ലൂണ കാലക്സിന് ഒരു ഗിഫ്റ്റ് അയക്കുന്നു. ആ ഗിഫ്റ്റ് കണ്ടിട്ട് കാലക്സ് അത് ലൂണയ്ക്ക് തന്നെ തിരിച്ചയക്കാൻ പറയുന്നു. കാലക്സ് അയച്ച ആ ഗിഫ്റ്റ് കണ്ടിട്ട് ലൂണയ്ക്ക് ദേഷ്യം വരുന്നു. അത് കണ്ടിട്ട് കീ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഈ ഗിഫ്റ്റ് കാലക്സിന് അയച്ചതെന്ന്. അന്നേരം ലൂണ പറയുന്നു, കാലക്സും ഏമിയും ഒരു ലോയേഴ്സിന്റെ ടീമിൽ വർക്ക് ചെയ്യുമായിരുന്നു. കാലക്സിന്റെ ഒരു ഡോക്യുമെന്റ് ലൂണ നഷ്ടപ്പെടുത്തുന്നു. ആ ഡോക്യുമെന്റ് ഇല്ലാത്തത് കൊണ്ട് കാലക്സിനെ ആ ടീമിൽ നിന്ന് അവർ പുറത്താക്കുന്നു. അങ്ങനെ കാലക്സിന് കുറച്ച് നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് കാലക്സിന് സോറി പറയാൻ വേണ്ടിയിട്ട് അവൾ ഈ ഗിഫ്റ്റ് അയച്ചതെന്ന് കീനോട് അവൾ പറയുന്നു. അതിന് കീ പറയുന്നു, നീയാണ് നേരിട്ട് കണ്ട് സോറി പറയുന്നു. അതുകൊണ്ട് കാലക്സിനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ഓഫീസിലേക്ക് ലൂണ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോ അവൾ സോറി പറഞ്ഞ് ആ ജോലി പോയത് കൊണ്ട് അതിനുള്ള അമൗണ്ട് ഞാൻ നിനക്ക് സെറ്റിൽ ചെയ്തേക്കാം എന്നും പറയുന്നു. അത് കേട്ടിട്ട് കാലക്സ് പറയുന്നു, നീ ശരിക്കും എനിക്ക് സോറി പറയണമെന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് നീ ആ പ്രോജക്റ്റ് എടുത്ത് ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ ലൂണയും ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. ആ പ്രോജക്റ്റ് ലൂണ എടുത്തെന്നുള്ള കാര്യം അവളുടെ ഫ്രണ്ട്സിനെ അവൾ അറിയിക്കുന്നു. അവളുടെ ഒപ്പം സെവിയോടും വർക്ക് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് അവൾ പറയുന്നു. അടുത്ത ദിവസം ലൂണ കാലക്സിന്റെ ആ പ്രോജക്റ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. പുറത്തുനിന്ന് നോക്കിയപ്പോ അവർക്കത് ഏത് സ്ഥലമാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ആ റൂമിലേക്ക് എൻ്റർ ആയപ്പോഴാണ് അവർക്ക് ഓൾഡ് മെമ്മറീസ് ഒക്കെ വരുന്നത്. ആ ഒരു സ്ഥലത്താണ് കാലക്സ് അവളെ പ്രൊപ്പോസ് ചെയ്തത്. ആ പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂണയും കാലക്സും ഒരു റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യുന്നു. മീറ്റ് ചെയ്ത സമയത്ത് കാലക്സ് ഒരു ലേഡിയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് ലൂണ ചോദിക്കുന്നത് ആരാണെന്ന്. അതിനവൻ പറയുന്നു അതെന്റെ ക്ലയന്റ് ആണെന്ന്. ലൂണ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് അവൻ പറയുന്നു, നീ പെട്ടെന്ന് എല്ലാം ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യുന്നു, അതാദ്യം നീ മാറ്റാൻ ശ്രമിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ മൊബൈലിലേക്ക് ഏമി കോൾ ചെയ്യുന്നു. കാലക്സ് ഏമിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് എണീറ്റ് പോകുന്നു. കാലക്സ് ഇങ്ങനെ ഏമിയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് ലൂണയ്ക്ക് ദേഷ്യം വരുന്നു.